നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന ക്യാരറ്റ് കൊണ്ടുള്ള നല്ലൊരു സ്പെഷ്യൽ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ സാധാരണ തയ്യാറാക്കിയെടുക്കുന്ന ക്യാരറ്റ് പായസത്തിൽ നിന്ന് കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നല്ലൊരു ടേസ്റ്റി നല്ലൊരു ഫ്ലേവറുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീട്ടിലോട്ട് പോകാം. ഈ ഒരു പായസം തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് ഞാനിവിടെ 2 മീഡിയം സൈസ് ആയിട്ടുള്ള ക്യാരറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തതിന് ശേഷം കുക്കറിനകത്ത് ചേർത്ത് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് 2 വിസിലടുപ്പിച്ച് നല്ലതുപോലെ വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അതിനുശേഷം വെള്ളം വാർന്ന് കളഞ്ഞ് വെക്കുക. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാന ചേരുവയാണ് ചവ്വരി. അപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പെങ്കിലും എടുക്കുക കേട്ടോ. ഇതാണ് പായസത്തിന് ഏറ്റവും അധികം ടേസ്റ്റ് കൊടുക്കുന്നത്. ഞാൻ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റിനകത്തോട്ടേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ഒഴിച്ചിട്ട് ചെയ്യാം കേട്ടോ. പക്ഷേ പാൽപ്പൊടി ചേർത്ത് ചെയ്യുമ്പോൾ വളരെയധികം ടേസ്റ്റി ആയിട്ടുണ്ട് ഈ ഒരു പായസം. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ ക്യാരറ്റ് വേവിക്കാൻ എടുത്തിട്ടുള്ള വെള്ളത്തിൽ നിന്ന് ഏകദേശം ഒരു 1/4 കപ്പിനടുത്ത് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇതിലോട്ടേക്ക് 1 ടീസ്പൂൺ മുഴുവനായിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലൊരു ഫ്ലേവർ കൊടുക്കും നമ്മുടെ പായസത്തിന്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് പായസം റെഡിയാക്കി എടുക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ സോസ് പാനിലോട്ടേക്ക് 1/2 ലിറ്റർ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1/2 ലിറ്റർ ഫുൾ ക്രീം ആയിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ടേക്ക് ഒരു 1/2 കപ്പിനടുത്ത് നമ്മൾ ക്യാരറ്റ് വെച്ച് ബാക്കിയുള്ള വെള്ളം ഇതിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവ് കുറച്ചാൽ മതി കേട്ടോ. ഇനി 1 ടീസ്പൂൺ മുഴുവനായിട്ട് നമുക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഈ പാൽ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. പാൽ നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ നേരത്തെ അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റിൻ്റെ ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു സമയത്ത് തന്നെ ഇതിനകത്തോട്ടേക്ക് നമുക്ക് ഒരു 2 പിഞ്ച് ഉപ്പ് ചേർക്കാം. നമ്മുടെ പായസത്തിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ക്യാരറ്റൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റെങ്കിലും ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ചെറുതായിട്ട് ഇതൊന്ന് കുറുകി കിട്ടണം. ഇത് ശരിക്കും ചൂടാറുമ്പോൾ ഒന്നുകൂടി തിക്കായിട്ട് വരും. അപ്പോൾ ഒരു 10 മിനിറ്റെങ്കിലും നല്ലതുപോലെ ഇടയ്ക്ക് ഒന്ന് തവി വെച്ചിട്ട് ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കൊന്നും വേണ്ട. ഇടയ്ക്ക് തവി വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പായസം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന 1/2 കപ്പിനടുത്ത് 1/4 കപ്പ് തുടങ്ങി 1/2 കപ്പ് വരെയൊക്കെ ഉപയോഗിക്കുക. അത്രയധികം ടേസ്റ്റി ആയിരിക്കും ചവ്വരി ചേർത്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചവ്വരി ചേർത്ത് കഴിഞ്ഞാൽ വളരെ കുറച്ച് 2-3 മിനിറ്റൊക്കെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അതിനുശേഷം ഇഷ്ടമുള്ള നട്ട്സൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് പിസ്തയും അതുപോലെ തന്നെ ബദാം പരിപ്പും ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്നും ചേർത്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടാറുന്തോറും ഒന്നുകൂടി അങ്ങ് കുറുകി തിക്കായി വരും. നമുക്കൊരു സെർവിങ് പ്ലേറ്റിനകത്തോട്ടേക്ക് മാറ്റാം. ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഗാർണിഷ് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യിൽ മൂപ്പിച്ചിട്ട് കശുവണ്ടി പരിപ്പും ഉണക്കമുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷേ ശരിക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്ന നെയ്യും അതുപോലെ കുറച്ച് നട്ട്സൊക്കെ ഇതുപോലെ ചോപ്പ് ചെയ്ത് ചേർത്താൽ തന്നെ വളരെയധികം ടേസ്റ്റിയാണ്. ശരിക്കും ഐസ്ക്രീമൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ ചവ്വരി ഏകദേശം ഒരു 1/2 കപ്പൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ഇത് നല്ലൊരു തിക്ക് നല്ല ക്രീമി കൺസിസ്റ്റൻസിയിലായിരിക്കും. അതുപോലെ പാൽപ്പൊടി ചേർക്കുന്നതുകൊണ്ട് വളരെയധികം ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഈ വിഷുവിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷുമായി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.